ഹലോ എവ്രി വൺ, വെൽക്കം ടു സേ ചിയേഴ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിഷ് ദാബേലിയാണ്. ദാബേലിയൊക്കെ ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഒക്കെ പോപ്പുലറാണ്. പക്ഷേ ഗുജറാത്തിൽ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോണത്. ഇത് നമ്മൾ വടാപ്പാവിനൊക്കെ ഉപയോഗിക്കുന്ന പാവുണ്ടല്ലോ, ആ പാവിൻ്റെ ഉള്ളിൽ സ്റ്റഫിംഗ് ഒക്കെ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാട്ടുള്ളൂ. ആദ്യം ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മല്ലി, എള്ള്, കാശ്മീരി ചില്ലി പൗഡർ, തേങ്ങാപ്പൊടി, ഡ്രൈ കോക്കനട്ട് പൗഡർ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് ചിരകിയ കോക്കനട്ട് എടുക്കുക. എള്ള് നമ്മൾ വെള്ള കളറുള്ളതാണ് എടുക്കാനായിട്ടുള്ളൂ. പിന്നെ ഇന്ദുപ്പ്, പഞ്ചസാര, കായപ്പൊടി, ജീരകം, സാദാ ജീരകം, കാശ്മീരി ചില്ലി, ബേ ലീഫ്, വലിയ ഏലക്ക കറുത്തത്, കുരുമുളക്, ഗ്രാമ്പൂ, തക്കോലം, പട്ട, പെരുംജീരകം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതെല്ലാം എണ്ണയില്ലാതെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. 1/2 കപ്പ് മല്ലി, 2 ടേബിൾ സ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, 2 തക്കോലം, 2 തുണ്ട് പട്ട, ഒരു 15 തൊട്ട് 20 കുരുമുളക്, ഒരു 3 ഗ്രാമ്പൂ, 2 വലിയ ഏലക്ക കറുത്തത്, 5 കാശ്മീരി ചില്ലി, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, 1 ടേബിൾ സ്പൂൺ എള്ളിട്ടുണ്ട്, ഒരു 2 ബേ ലീഫ്, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൊടി, 1/3 കപ്പ് തേങ്ങ പൊടിച്ചത്. തേങ്ങ ഡ്രൈ കോക്കനട്ട് പൗഡർ ആയതുകൊണ്ട് ഇതിൻ്റെ കൂടെ ചേർത്തിടുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷായിട്ട് ചിരകിയതാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കണം കേട്ടോ, അത് ഉണങ്ങണ വരെ. ഇതെല്ലാം ചെറിയ തീയിലൊന്ന് വറുത്തെടുത്ത ശേഷം 2 ടേബിൾ സ്പൂൺ ഇന്ദുപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു 5 സെക്കൻഡ് ഒന്ന് വറുത്ത ശേഷം ഇതെല്ലാം വേറെ പ്ലേറ്റിലേക്ക് മാറ്റി ആറാൻ വെക്കണം. ആറിയ ശേഷം ഇതെല്ലാം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരുവിധം നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഈ പൊടിയെ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ പൊടിയിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും ഒരു 2-3 ടേബിൾ സ്പൂൺ നമ്മുടെ കടലെണ്ണയില്ലേ, ഗ്രൗണ്ട്നട്ട് ഓയിൽ, അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ദാബേലി മസാല റെഡിയായി. ഇതിനെ നമ്മൾ എയർടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം, നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാം. മസാലയൊക്കെ ഇതേ റേഷ്യോയിൽ തന്നെ എടുക്കണം കേട്ടുള്ളൂ. ഇനി പുളി ഉപയോഗിച്ചിട്ട് മീഠാ ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പുളിയുടെ കുരു എല്ലാം കളഞ്ഞിട്ട് അതിനെ 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. എന്നിട്ട് അതിനെ മിക്സിയിൽ അരച്ചിട്ട് അതിനെ ഇതുപോലെ അരിച്ചെടുക്കണം. മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ആ ചണ്ടിയെല്ലാം മാറിക്കിട്ടും. ഒരു കൈപ്പിടി നിറയെ പുളി എടുക്കാട്ടുള്ളൂ. ചട്നി ബാക്കി വന്നാൽ നമുക്ക് ഫ്രിഡ്ജിൽ ഇതുപോലെ എയർടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അത് കുറച്ച് കാലമൊക്കെ കേടുവരാതിരിക്കും. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലെണ്ണ ഒഴിച്ചു കൊടുക്കണം, ഗ്രൗണ്ട്നട്ട് ഓയിൽ. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർക്കണം. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കണം. ജീരകം ഒന്ന് പൊട്ടിയ ശേഷം അതിലേക്ക് നമ്മൾ ആ അരിച്ച് വെച്ചിരിക്കുന്ന പുളിവെള്ളമില്ലേ, അത് ഒഴിച്ചു കൊടുക്കണം. ലേശം വെള്ളം ആ പാത്രത്തിൽ ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർക്കണം. ഈ പുളിവെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കണം. ശർക്കരയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം. ശർക്കര ഒന്ന് അലിഞ്ഞ ശേഷം അതിലേക്ക് നമ്മൾ ചുക്കിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം, 1 ടീസ്പൂൺ. അതൊന്ന് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കണം. ഇനി ഒരു 1 മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ പിന്നാലെ ഒരു വര വരയ്ക്കുമ്പോൾ ആ വര അങ്ങനെ കാണണം, അതാണ് അതിൻ്റെ പാകം. ചില്ലി ഗാർലിക് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 4 കാശ്മീരി ചില്ലി ചുടുവെള്ളത്തിൽ ഒരു 1/2-3/4 മണിക്കൂർ കുതിർത്ത് വെക്കണം. അതിനുശേഷം അതിനെ മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ആ കുതിർത്ത് വെച്ച വെള്ളത്തിനെ തന്നെ കുറച്ച് ഒഴിച്ചു കൊടുക്കണം. ഇനി അതിലേക്ക് 15-20 വെളുത്തുള്ളിയുടെ അല്ലികൾ ചേർക്കണം. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും വേണമെങ്കിൽ കുറച്ച് നിലക്കടലയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം.
ആ മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുലുക്കിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കണം. അവസാനം ഇതിൻ്റെ മുകളിൽ ഒരു 2 ടേബിൾ സ്പൂണോളം കടലെണ്ണ ഗ്രൗണ്ട്നട്ട് ഓയിൽ ചേർത്ത് കൊടുക്കണം. ഈ ചട്നി നല്ല വെള്ളം പോലെ ഉണ്ടാകുക. ഇതും ആവശ്യമുള്ളത് ഉപയോഗിച്ചിട്ട് ബാക്കി എയർടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി മസാല പീനട്ട് ഉണ്ടാക്കണം. അതിന് ഒരു പാത്രത്തിൽ കുറച്ച് നിലക്കടല തൊലി കളഞ്ഞത് എടുത്ത് വെക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ദാബേലി മസാല ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ റോസ്റ്റഡ് പീനട്ട്സാണ് എടുക്കേണ്ടത് കേട്ടോളൂ, വറുത്ത് തൊലി കളഞ്ഞിരിക്കണം. നമ്മളുണ്ടാക്കിയ ദാബേലി മസാല ആവട്ടെ, ആ 2 ചട്നികളാവട്ടെ, അതൊക്കെ തലേദിവസം ഉണ്ടാക്കി ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. പക്ഷേ കടലയൊക്കെ അപ്പം ഫ്രഷായിട്ട് ഉണ്ടാക്കുന്നത് നല്ലത്. ഇനി ഉരുളക്കിഴങ്ങ് കൊണ്ട് സ്റ്റഫിങ് ഉണ്ടാക്കുന്നത്. അതിന് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ ഗ്രൗണ്ട്നട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിൽ നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ നമ്മുടെ ദാബേലി മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കണം. ഈ ദാബേലി മസാല എണ്ണയിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. ഒരു 2 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇനി അതിലേക്ക് ഒരു 4 ഉരുളക്കിഴങ്ങ് വേവിച്ചത് ചേർത്ത് കൊടുക്കണം. ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് നന്നായി മാഷ് ചെയ്തിട്ട് വേണം ഇതിൽ ചേർത്ത് കൊടുക്കാൻ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് വെള്ളം വറ്റുന്ന വരെ ഇളക്കി കൊടുത്തുകൊണ്ട് കുക്ക് ചെയ്യണം. ഈ മസാല ഒരുപാട് ഡ്രൈ ആകുന്ന മുമ്പേ നമ്മളതിനെ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കണം. ഇനി 2 ഉള്ളി ചെറുതായി ചോപ്പ് ചെയ്യണം. അതിൽ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞിടണം. കുറച്ച് മല്ലിയിലയും ചെറുതായി അരിഞ്ഞ ചേർത്ത് ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണം. ഒരു ലേശം ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തോളൂ. ഇതിനെ നമ്മൾ ആ ഉരുളക്കിഴങ്ങ് മസാല ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ നമ്മൾ വിതറി കൊടുക്കണം. അതിൻ്റെ മുകളിൽ നമ്മൾ ആ കടല മസാല ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ അതിനെ ഒന്ന് വിതറി കൊടുക്കണം ഇതുപോലെ. അതിൻ്റെ മുകളിൽ കുറച്ച് ചെറുതായി അരിഞ്ഞു വെച്ച മല്ലിയില ഒന്ന് വിതറി കൊടുക്കണം. അതിൻ്റെ മുകളിൽ കുറച്ച് തൊലിച്ച് വെച്ചിരിക്കുന്ന പൊമഗ്രാനറ്റ് ഇങ്ങനെ വിതറി കൊടുക്കണം. അവസാനം കുറച്ച് അതിൻ്റെ മുകളിൽ നൈലോൺ സേവ് ഒന്ന് ചെറുതായിട്ടൊന്ന് വിതറി കൊടുക്കണം. ഇപ്പം നമ്മുടെ സ്റ്റഫിങ് റെഡിയായി. പുളി ചട്നി, എരിവുള്ള ചട്നി, പിന്നെ പൊമഗ്രാനറ്റ് തൊലിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിൽ കുറച്ച് പാവ്, ഒരു വാട്ടിയിൽ കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞത്, വേറൊരു പ്ലേറ്റിൽ കുറച്ച് സേവ്, നൈലോൺ സേവ് എടുത്ത് വെക്കണം. ഇനി ഒരു പാവിനെടുത്ത് ഇതുപോലെ കീറണം. ഒരു സൈഡ് മാത്രം കീറാൻ പാടില്ല, ബാക്കി 3 സൈഡും കീറിയിരിക്കണം. എല്ലാ പാവും ഇതുപോലെ കീറി വെച്ചോളൂ. ഇനി ഒരു പാവ് എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ആ റെഡ് കളർ ചട്നി തേച്ച് കൊടുക്കണം. മറ്റേ സൈഡിൽ നമ്മൾ ആ പുളി കൊണ്ടുണ്ടാക്കിയൊരു സ്വീറ്റ് ചട്നി ഇല്ലേ അത് തേച്ച് കൊടുക്കണം. ഇനി നമ്മൾ ആ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കിയ സ്റ്റഫിങ് ഉണ്ടല്ലോ അതിനെ ഈ പാവിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കണം. സ്റ്റഫിങ് വെച്ച ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ഉള്ളി നമ്മൾ അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അമർത്തി അടച്ചിട്ട് 3 സൈഡും ആ സേവിൽ മുക്കിയെടുക്കണം. ഇതുപോലെ എല്ലാ പാവും ഇതുപോലെ സ്റ്റഫ് ചെയ്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഈ സേവിൽ മുക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ എടുത്ത് വെക്കണം. പിന്നെ ഒരു തവ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കണം. ബട്ടർ ഒന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ അതിൻ്റെ മുകളിൽ പാവുകൾ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കണം. എത്ര പാവ് തവയിൽ കൊള്ളണോ അത്രയും വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേൽഭാഗത്ത് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കണം പാവിൻ്റെ. കുറച്ച് നേരം ഒന്ന് ചൂടായ ശേഷം അടിവശം ഒന്ന് കുറച്ച് ലേശം ക്രിസ്പായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളതിനെ തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ആ സ്റ്റഫിംഗ് ഒന്നും പുറത്ത് അധികം വരാതെ നോക്കണം. പതുക്കെ ചെയ്താൽ മതി. കുറച്ചൊക്കെ വന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോളൂ. അടുത്ത സെറ്റ് ഓഫ് പാവും നമ്മൾ ചൂടാക്കുന്ന മുമ്പേ ഈ തവയൊന്ന് ടിഷ്യൂ കൊണ്ടൊന്ന് തുടച്ചെടുത്തിട്ട് വേണം ബട്ടർ തേച്ച് കൊടുക്കാൻ. പാവിൻ്റെ 2 സൈഡും ചൂടായി കഴിയുമ്പോൾ ഓരോന്നായിട്ട് അതിനെ പ്ലേറ്റിലേക്ക് മാറ്റിക്കോളൂ. ഇനി ഈ പാവിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച മല്ലിയില ഉണ്ടല്ലോ അത് കുറച്ച് വിതറി കൊടുക്കണം. അതിൻ്റെ മുകളിൽ കുറച്ച് പൊമഗ്രാനറ്റും കുറച്ച് സേവും വിതറി കൊടുക്കണം.
ഇത് ഉണ്ടാക്കിയ വഴിയെ ചൂടോടെ കഴിക്കണം, അപ്പോഴേ നന്നായിരിക്കുള്ളൂ. ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു റെഡ് ചട്നി ഉണ്ടാക്കില്ലേ, അതും വെച്ച് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഗ്രീൻ ചട്നി ഉണ്ടാക്കാം. അപ്പോൾ ഇഷ്ടമായി എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. താങ്ക് യു. ബൈ.